الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم. صدق الله مولانا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. ബാക്കിയുള്ള ആയുസ്സിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും അവസാനം ഈമാനോടെ ലോകത്തുനിന്ന് മരണപ്പെടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മിൽ മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് യുദ്ധക്കെടുതിയുടെ പേരിൽ പ്രയാസപ്പെടുന്ന പശ്ചിമേഷ്യയിലെ മനുഷ്യർ അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. നന്മയുടെ ശത്രുക്കളായ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അള്ളാഹു പരാജയം സമ്മാനിക്കുമാറാകട്ടെ. ിൽ പശ്ചിമബംഗാളിൽ ജനിച്ച് 1886 മരണപ്പെട്ട ഒരു ഹൈന്ദവ സന്യാസിയും അവരുടെ ഒരു ആധ്യാത്മിക ആചാര്യനുമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗുരുനാഥൻ കൂടിയാണ്. എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിച്ച് മതങ്ങളെ തമ്മിൽ താരതമ്യ പഠനം നടത്തിയ, മതങ്ങളെല്ലാം അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന വലിയ ഒരു ചിന്ത ഇന്ത്യക്ക് സമ്മാനിച്ച ഒരു ആധ്യാത്മിക ആചാര്യൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു അമ്മ തന്റെ കുഞ്ഞുമായി വരുന്നുണ്ട്. തന്റെ ചെറുപ്രായത്തിലുള്ള മകനുമായി ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുക്കൽ വന്നിട്ട് ആ അമ്മ ആവശ്യപ്പെടുന്നത്, എന്റെ മകൻ മധുരം കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്, മിഠായി കൂടുതൽ തിന്നുന്നുണ്ട്, അതുകൊണ്ട് മധുരം കൂടുതലായി ഉപയോഗിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ച് ഗുരു അങ്ങ് അവനെ ഒന്ന് ഉപദേശിക്കണം. അങ്ങനെ അതിൽ നിന്ന് അങ്ങ് അവനെ ഒന്ന് പിന്തിരിപ്പിക്കണം. ഇതാണ് ആ അമ്മയുടെ ആവശ്യം. സത്യത്തിൽ ഒരു അമ്മ മകനോട് പറഞ്ഞാൽ മതി. പക്ഷേ ആ ഒരു ഉപദേശം ഒരു ആധ്യാത്മിക ആചാര്യനിലൂടെ തന്റെ മകനെ കേൾപ്പിച്ച് തന്റെ മകനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഇദ്ദേഹത്തിനടുക്കൽ മകനുമായി വന്നിരിക്കുന്നത്. അമ്മയുടെ ആവശ്യം സശ്രദ്ധം കേട്ട അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു വരാൻ വേണ്ടി അവരെ പറഞ്ഞുവിടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നിർദ്ദേശിച്ച അത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും തിരിച്ചെത്തുമ്പോൾ അപ്പോൾ ആ കുട്ടിയെ വിളിച്ച് വളരെ സ്നേഹത്തോടുകൂടി ഇദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്, മകനെ മധുരം കൂടുതൽ ഉപയോഗിക്കരുത്, മധുരം പല്ലുകളെ അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞ് അതിന്റെ ആരോഗ്യ വശങ്ങളൊക്കെ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ചോദിച്ചു, അല്ല ഗുരു, ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾക്ക് അന്നിത് പറയാമായിരുന്നല്ലോ, എന്തിനാണ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് വരാൻ വേണ്ടി എന്റെ അടുത്ത് പറഞ്ഞു വിട്ടത്? ഇത് അന്നേ പറയാവുന്ന ഒരു ഉപദേശമല്ലേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി,
അന്ന് നിങ്ങൾ എന്റെ അടുക്ക വരുമ്പോൾ ഞാനും മധുരം കൂടുതൽ ഉപയോഗിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് എനിക്കത് പറയാനുള്ള ധാർമ്മിക അവകാശമില്ല. ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടതിന് ശേഷം മധുരം ഉപയോഗിക്കുന്നത് നിർത്തി. ഇപ്പോൾ എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ട്. ഞാൻ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ മറ്റൊരാൾ എങ്ങനെയാണത് ചെയ്യരുതെന്ന് ഉപദേശിക്കുക. വിശുദ്ധ ഖുർആൻ ഇക്കാര്യം ചോദിക്കുന്നുണ്ട്. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം മറ്റുള്ളവരോട് എന്തിനു പറയുന്നു എന്ന് ഖുർആൻ ചോദിക്കുന്നു. അപ്പൊ ഇവിടെ ഇദ്ദേഹം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച വലിയൊരു തത്വം, ഒരു സ്കില്ല് ഒരാളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും ഒരാൾക്കൊരു വിവരം കൈമാറിയതുകൊണ്ട് മാത്രം കാര്യമില്ല. വിവരം കൊണ്ട് ഒരാളെ മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ വിവരം ലഭിക്കാനുള്ള ഇടങ്ങൾ എവിടെയൊക്കെയുണ്ട്? ഗൂഗിളിൽ ഒരു മനുഷ്യൻ സെർച്ച് ചെയ്താൽ എന്തെല്ലാം വിവരങ്ങൾ അവന് കിട്ടും. അപ്പൊ വിവരം കൊണ്ടൊരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് ഗൂഗിളിന് കഴിയേണ്ടതായിരുന്നു. അപ്പൊ വിവരം കൊണ്ട് മനുഷ്യന് വിവരമുണ്ടാകുമെന്നല്ലാതെ, ഇൻഫർമേഷൻ ഒരു മനുഷ്യനുണ്ടായിത്തീരുമെന്നല്ലാതെ, ഒരാളിൽ ഒരു സ്കില്ല്, അത് ആധ്യാത്മികമാകട്ടെ അല്ലാത്തതാകട്ടെ, ഒരാളിൽ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ചേഞ്ച് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരിക്കലും വിവരം കൊണ്ട് മാത്രം സാധിക്കില്ല. അത് ആരിലുണ്ടോ അയാൾക്കേ മറ്റൊരാളിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. ഒരാളുടെ ഡ്രൈവിംഗിന്റെ പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചാൽ മറ്റൊരാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കഴിയില്ല. ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കഴിയൂ. നീന്തൽ അറിയാത്ത ഒരാൾക്ക് ടെലിവിഷനിൽ നീന്തൽ മത്സരങ്ങൾ കണ്ടിട്ട് മറ്റൊരാളെ നീന്തൽ പഠിപ്പിക്കാൻ കഴിയില്ല. ആർക്കാണോ നീന്തൽ അറിയാവുന്നത് അവർക്കേ മറ്റൊരാളെ നീന്തൽ പഠിപ്പിക്കാൻ കഴിയൂ. അമ്പെയ്ത്ത് അറിയാവുന്നവനെ അമ്പെയ്ത്ത് പഠിപ്പിക്കാൻ കഴിയൂ. കുതിരസവാരി അറിയുന്നവനെ മറ്റൊരാളെ കുതിരസവാരി പഠിപ്പിക്കാൻ കഴിയൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അറിവുകൊണ്ട്, അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് ഒരാളിൽ മാറ്റം വരുത്താൻ കഴിയില്ല. അയാൾ അറിവുണ്ടാക്കാനേ കഴിയൂ എന്ന വലിയൊരു തത്വമാണ് ഇദ്ദേഹം ഈ ഒരു സന്ദേശത്തിലൂടെ നമുക്ക് തരാൻ വേണ്ടി ആഗ്രഹിച്ചത്. ആത്മീയ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയ മേഖലയിൽ ഒരു മനുഷ്യന് മാറ്റമുണ്ടാകണമെങ്കിൽ ആത്മീയത ഉള്ളൊരാള് മറ്റുള്ളവർക്ക് വിവരം കൊടുക്കണം. ഇന്നതില്ല എന്നുള്ളിടത്താണ് നമ്മൾ ആത്മീയ രംഗത്തുള്ള മനുഷ്യരുടെ പരാജയങ്ങളെ നമ്മൾ കാണേണ്ടത്. നിസ്കാരത്തെക്കുറിച്ച് ഒരാളെ പഠിപ്പിക്കാൻ നിസ്കാരത്തെക്കുറിച്ച് അറിവുണ്ടായാൽ മതി. നിസ്കാരത്തിന്റെ ഫർളുകളും ഷർത്തുകളും ഒരാൾക്ക് അറിയാമെങ്കിൽ മറ്റൊരാൾക്ക് നിസ്കാരം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ നിസ്കാരം കൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്ന ഒരു നന്മയുണ്ട്. ആ നന്മ എന്താണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഒരു മനുഷ്യൻ നമസ്കാരക്കാരനായി തീരുന്നതോടുകൂടി അവൻ സർവ്വ തിന്മകളിൽ നിന്നും മാറി നിൽക്കും. ഇതൊരു നിസ്കാരക്കാരൻ ഉണ്ടായിത്തീരേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഈ അർത്ഥത്തിൽ ഇഹ്സാനുള്ള ഒരു നിസ്കാരം ഒരാളിൽ ഉണ്ടാക്കി തീർക്കാൻ ഒരിക്കലും നിസ്കാരത്തെക്കുറിച്ച് അറിവുള്ള ഒരാൾ നിസ്കാരം പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. ഈ രീതിയിലുള്ള നിസ്കാരം ആരിലുണ്ടോ അയാൾ മറ്റൊരാളെ നിസ്കാരം പഠിപ്പിക്കുമ്പോഴാണ് ഈ ആത്മീയമായൊരു മേന്മ നിസ്കാരം കൊണ്ട് ആ പഠിപ്പിക്കപ്പെടുന്ന മനുഷ്യനിൽ ഉണ്ടായിത്തീരുക. ഇത് പൊതുവെ അംഗീകരിക്കപ്പെട്ട, ആത്മീയ രംഗത്താകട്ടെ ഭൗതിക രംഗത്താകട്ടെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞ് ഷവ്വാൽ തുടങ്ങുമ്പോ, ഷവ്വാൽ എന്നുള്ളത് ഒരു മതവിദ്യാഭ്യാസ രംഗത്തിന്റെ അധ്യയന വർഷമാണ്. ഷവ്വാൽ മുതൽ ഷഅബാൻ വരെയുള്ള 11 മാസമാണ് മതരംഗത്ത്, മതവിദ്യാഭ്യാസ രംഗത്ത് സ്ഥാപനങ്ങൾ തുറക്കുന്ന, പുതിയ അഡ്മിഷൻ നൽകപ്പെടുന്ന പീരീഡ് എന്ന് പറയുന്നത് ഇതാണ്. മതകലാലയങ്ങളെല്ലാം ഈ ആഴ്ചയോടുകൂടി അത് തുറന്നു പ്രവർത്തനം ആരംഭിക്കുകയാണ്. മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഉസ്താദുമാർ അവർ സ്ഥലം മാറുന്നതോ അവരെ മാറ്റപ്പെടുന്നതോ ഒക്കെ നടക്കുന്നൊരു സമയം എന്ന് പറയുന്നത് ഈ മാസത്തിലാണ്, ഷവ്വാലിലാണ്. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൗദി അറേബ്യക്ക് കൊടുക്കാത്ത വലിയൊരു നേട്ടം ഈ വിഷയത്തിൽ നമ്മുടെ നാടിന് നൽകിയിട്ടുണ്ട്. 30,000-ലധികം മദ്രസകൾ ഇന്ന് കേരളത്തിലുണ്ട്.
1,00,000-ലധികം അധ്യാപകർ സേവനം ചെയ്യുന്നുണ്ട്. 1.5 ലക്ഷത്തോളം അധ്യാപകരുണ്ട് ഈ രംഗത്ത്. 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ മതപഠന രംഗത്ത് ഇന്ന് കേരളത്തിൽ വിവിധ വിദ്യാഭ്യാസ ബോർഡുകളുടെ കീഴിലായിട്ട് പഠനം നടത്തുന്നുണ്ട്. കേരള ഗവൺമെന്റിന് പോലും വിദ്യാഭ്യാസ വകുപ്പിന് പോലും കഴിയാത്ത രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള പരീക്ഷാ സംവിധാനങ്ങൾ ഇതിന്റെ കീഴിലെല്ലാം നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഈ പഠിപ്പിക്കപ്പെടുന്ന മതം നമ്മുടെ മക്കളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് നമ്മളൊന്ന് പരിശോധന നടത്തേണ്ടത്. എല്ലാ തിന്മകളുടെ കൂട്ടത്തിലും നമ്മുടെ മക്കളുണ്ട്. ഈ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ കുട്ടികൾ നാട്ടിൽ ഏത് തിന്മ നടന്നാലും ആ തിന്മയുടെ മുന്നിൽ നമ്മുടെ കുട്ടികളുണ്ടാവും. അതേത് തിന്മയാകട്ടെ. എന്തേ നമ്മുടെ ഈ മദ്രസാ വിദ്യാഭ്യാസം ഈ സമൂഹത്തിൽ നമ്മുടെ മക്കളിൽ മാറ്റങ്ങൾ വരുത്താത്തത്? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വലിയൊരു പോയിന്റിലേക്ക് നമ്മൾ വരേണ്ടത്. ഒരിക്കലും വിവരം കൈമാറിയത് കൊണ്ട് മാത്രം വിവരം മറ്റുള്ളവരിൽ ഉണ്ടാക്കാമെന്നല്ലാതെ വിവരാധിഷ്ഠിതമായി ജീവിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. ആരിലാണോ സ്കില്ലുള്ളത് ആ സ്കില്ലുള്ളവർക്കേ മറ്റുള്ളവർക്ക് സ്കില്ല് കൈമാറാൻ കഴിയും. എന്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിലേ എന്നോട് കടം ചോദിച്ചാൽ തരാൻ കഴിയും. ഇല്ലാത്ത ഒന്ന് കൊടുക്കാൻ ആർക്കും കഴിയില്ല. ഇവിടെയാണ് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ വർഷവും നമ്മൾ ചിന്തിക്കാറുള്ളതും എന്നാൽ കാര്യമായ മാറ്റങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാത്തതുമായ ചില വസ്തുതകൾ. നമ്മുടെ നാടിന്റെ അനുഗ്രഹം എന്ന് പറയുന്ന വലിയ മദ്രസ സംവിധാനങ്ങൾ, ദർസ് സംവിധാനങ്ങൾ, അറബി കോളേജുകൾ, സമന്വയ വിദ്യാഭ്യാസ പദ്ധതികൾ, ഇതൊക്കെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ കേരള നാട്ടിൽ ഇത് മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും അള്ളാഹു ഇങ്ങനെയൊരു സംവിധാനം കൊടുത്തിട്ടില്ല. 7ഓളം ഭാഷകളിലാണ് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ ബോർഡുകൾ മദ്രസ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് 7ഓളം ഭാഷകളിൽ അത് മറ്റു സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്ത് മദ്രസകൾ നടത്തുന്നുണ്ട്. 125ഓളം പാഠപുസ്തകങ്ങൾ UKG മുതൽ +2 വരെയുള്ള ക്ലാസുകളിലായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ കേരളമാണ് മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും ഈ മതവിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ മാതൃകയായും അവർക്ക് നേതൃപരമായ പങ്കും വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം സമുന്നതമായ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവിടെ നമ്മൾ ഈ മദ്രസ പ്രസ്ഥാനം എന്ന് പറയുന്നത് സത്യത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമ്മുടെ മതം പഠിച്ചിരുന്നത് സ്കൂളുകളിലാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം വരെ സ്കൂളുകളിൽ മതം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു രാജ്യത്ത്. സ്വാതന്ത്ര്യാനന്തരം മതം പഠിക്കുന്ന സംവിധാനം സ്കൂളുകളിൽ നിരോധിക്കപ്പെട്ടു. സ്കൂളുകളിൽ മതേതര വിദ്യാഭ്യാസം മതി, മതവിദ്യാഭ്യാസം വേണ്ട എന്നുള്ള തീരുമാനത്തിന്റെ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിഷേധിക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോടൊരു ആഹ്വാനം ചെയ്യുന്നുണ്ട്. മുസ്ലിമീങ്ങളെ, നമ്മുടെ മതം പഠിക്കാനുള്ള അവകാശം നമ്മുടെ സ്കൂളുകൾ നിരോധിക്കപ്പെടുകയാണ്. ഞാൻ അതിനെ അതിശക്തമായി പോരാടുന്നുണ്ട്. അദ്ദേഹം പോരാടുക തന്നെ ചെയ്തു. ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിയാൻ വേണ്ടി സർക്കാരിനെതിരെ ശക്തമായ സമരമുറകൾ ഖായിദെ മില്ലത്ത് കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും ഫലം ചെയ്തില്ല. അവിടെയാണ് അദ്ദേഹം ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും കേരളത്തിലെ മുസ്ലിമീങ്ങളോട്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോട് നിങ്ങൾ ബദൽ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇനി ആവശ്യം അറബി കോളേജുകൾ, മദ്രസകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വായനശാലകൾ ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ ചെലവിൽ നമ്മൾ സ്ഥാപിക്കണമെന്ന ഖായിദെ മില്ലത്തിന്റെ അതിയായ ആഗ്രഹവും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനവും, അതിന്റെ വെളിച്ചത്തിലാണ് ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ സ്വതന്ത്രമായ മതസ്ഥാപനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. അദ്ദേഹം തന്നെ മുൻകൈയെടുത്തു. സിംഗപ്പൂരിലും മലേഷ്യയിലും പോയി അദ്ദേഹം പിരിച്ചെടുത്ത് തമിഴ്നാട്ടിൽ 12 ഏക്കറോളം സ്ഥലം വാങ്ങി. അതിനുവേണ്ടി അദ്ദേഹം ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. സൗത്ത് ഇന്ത്യൻ മുസ്ലിം അസോസിയേഷൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് അന്നത്തെ ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് ബഷീർ അഹമ്മദിനെ അതിന്റെ പ്രസിഡന്റാക്കിക്കൊണ്ട് അദ്ദേഹം പിരിച്ചുകൊണ്ടുവന്ന പൈസ കൊണ്ട് 12 ഏക്കർ സ്ഥലം വാങ്ങി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിമീങ്ങളുടെ സ്ഥാപനം ന്യൂ കോളേജിന് തമിഴ്നാട്ടിൽ ശിലയിട്ടു. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഒരു സ്വതന്ത്ര സ്ഥാപനം എന്ന് പറയുന്നത്. അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന, മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ രാജഗോപാലാചാരി അതിന് തറക്കല്ലിടുന്നുണ്ട് 1952. അത് കണ്ടിട്ടാണ് ഫാറൂഖ് കോളേജ്, കേരളത്തിൽ ഫാറൂഖ് കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ മുൻകൈ എടുത്തിറങ്ങിയത്. ഫാറൂഖ് കോളേജ് സ്ഥാപിക്കപ്പെട്ടു.
പിന്നെ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മദ്രസകൾ സ്ഥാപിക്കണം, അതിനുവേണ്ടി വഖഫ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പൂർവികരായ ആളുകൾ അവരുടെ സമ്പത്തുകൾ വഖഫ് ചെയ്തുകൊണ്ട് ഓരോ നാടുകളിലും പ്രാദേശികമായ മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടു. പിന്നെ കായികമില്ലത്ത് മൂന്നാമത് പറഞ്ഞത്, ഇതുകൊണ്ടൊന്നും നിർത്തരുത്, നമ്മുടെ മക്കൾ വായനാശീലമുള്ളവരായി മാറാൻ നിങ്ങൾ ലൈബ്രറികൾ സ്ഥാപിക്കണം. അത് പറയാനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ്. സമ്പൂർണമായൊരു നോവൽ അതായിരുന്നു. ഈ ഇന്ദുലേഖയുടെ ഒന്നാമത്തെ പതിപ്പ്, പ്രഥമ പതിപ്പിന്റെ ആമുഖത്തിൽ ചന്തുമേനോൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനിങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ നോവൽ എഴുതാൻ വേണ്ടി ഞാനിതിന്റെ ആവശ്യമായ കണ്ടന്റുകൾക്ക് വേണ്ടി ഞാൻ തിരക്കിയപ്പോൾ കേരളത്തിൽ 3 ലൈബ്രറികളാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരാൽ സ്ഥാപിക്കപ്പെട്ട 3 ലൈബ്രറി. ഒന്ന് കാസർഗോഡാണ്, ഒന്ന് തലശ്ശേരിയിലാണ്, മറ്റൊന്ന് പാലക്കാട് ചിറ്റൂരാണ്. ഈ ലൈബ്രറികളിൽ കയറുന്ന പുസ്തകം വായിക്കാൻ അധികാരമുള്ളത് 2 വിഭാഗത്തിനാണ്. ഒന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ നല്ല സാമ്പത്തികമുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ. സാധാരണക്കാരന് കയറിയിരുന്ന് വായിക്കാൻ കഴിഞ്ഞ ഒരു ലൈബ്രറി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് കായികമില്ലത്തിൽ ലൈബ്രറികൾ സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞത്. സ്ഥാപിക്കപ്പെട്ടു മുസ്ലിമീങ്ങളാൽ. പൊന്നാനിയിൽ സ്ഥാപിച്ചു, തിരുവനന്തപുരത്ത് എടത്വയിൽ സ്ഥാപിച്ചു, കൊല്ലത്ത് മുസ്ലിമീങ്ങൾ സ്ഥാപിക്കും. അപ്പോ മദ്രസ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയാത്തൊരു മഹൽ വ്യക്തിത്വമാണ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അദ്ദേഹമാണ് ഇതിന്റെ തുടക്കക്കാരൻ. രണ്ടാമതൊരാളുണ്ട്, ചാലിയകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. 6 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്ന, കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള, പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ പോലുള്ള, അതേപോലെ ഉമർ മുസ്ലിയാരെ പോലെയുള്ള, ഈ മൊയ്തു മൗലവിയെ പോലുള്ള കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഗുരുനാഥനായിരുന്നു ചാലിയത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹമാണ് മദ്രസ പ്രസ്ഥാനത്തിന് ഇന്നത്തെ ഒരു പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത്. ബോർഡുകൾ കൊണ്ടുവന്നു, ക്ലാസ് റൂമുകൾ കൊണ്ടുവന്നു. അങ്ങനെ ബോർഡിൽ എഴുതി കുട്ടികളെ പഠിപ്പിക്കുന്ന സിസ്റ്റവും ഒക്കെ കൊണ്ടുവന്ന് മദ്രസ പ്രസ്ഥാനത്തിന്റെ ഒരു പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചയാളാണ് ചാലിയത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇവരാൽ തുടക്കം കുറിക്കപ്പെട്ട മദ്രസ പ്രസ്ഥാനം അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ നാടുകളിൽ സജീവമായി നിലനിൽക്കുമ്പോൾ തന്നെയും നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളത് നമുക്ക് വേദനയോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, മക്കളെ മനുഷ്യരാക്കി വളർത്താൻ മതവിദ്യ കൊടുക്കുകയല്ലാതൊരു വഴിയുമില്ല. ഞാൻ മുസ്ലിമാക്കി വളർത്താനെന്ന് പറയുന്നില്ല. മക്കളെ മനുഷ്യരാക്കി വളർത്താൻ മതവിദ്യ കൊടുക്കലല്ലാതെ രണ്ടാമതൊരു പോംവഴിയില്ല. അതിന് ഇന്ന് കേരളത്തിൽ നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്നത് പ്രാഥമിക മദ്രസകളും അറബി കോളേജുകളും ദർസുകളുമാണ്. ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് മനുഷ്യരാകാനെങ്കിലും കഴിയൂ. മനുഷ്യരായിട്ടല്ലേ പിന്നെ മുസ്ലിമായി മാറുക. കാരണം ഇന്ന് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ രംഗം വളരെ മലീമസമാണ്. അവിടുത്തെ സിലബസുകളിൽ മനുഷ്യരെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നില്ല. ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണപ്പോൾ ന്യൂട്ടന് ഒരു സിദ്ധാന്തത്തെക്കുറിച്ച് അറിവ് കിട്ടി. പക്ഷേ ആ ആപ്പിള് മനുഷ്യന് കൊടുത്താലുള്ള കൂലിയെക്കുറിച്ച് ആ സിലബസിൽ പഠിപ്പിക്കുന്നില്ല. ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുമ്പോൾ ആ ആപ്പിള് മറ്റുള്ളവർക്ക് കൊടുത്താലുള്ള ഗുണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ മദ്രസ സംവിധാനത്തിലാണ്. ക്ലോറോഫോം മണപ്പിച്ചാൽ തന്റെ സഹപാഠിയെ ബോധം കെടുത്താൻ കഴിയുമെന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ അത് ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന മതവിദ്യാഭ്യാസമാണ്. നിന്റെ സഹപാഠി നിന്റെ കൂട്ടുകാരനാണ്. റാഗിംഗ് ഇന്ന് പെരുകയാണ്. വിശ്വസിച്ചൊരു കോളേജിൽ കൊണ്ടുപോയി മക്കളെ ചേർക്കാൻ കഴിയാത്ത രീതിയിൽ കോളേജുകൾ, ക്യാമ്പസുകളിൽ റാഗിംഗ് പെരുകയാണ്. എന്താ പ്രശ്നം? കുട്ടികളെ വടിയെടുത്ത് ശിക്ഷിക്കാൻ അധ്യാപകർക്ക് അധികാരമില്ല. കുട്ടികളുടെ നേരെ 11 സെക്കൻഡിൽ കൂടുതൽ തുറിച്ചു നോക്കിയാൽ അവിടെ പോക്സോ കേസിന് അധ്യാപകൻ വിധേയനാക്കപ്പെടുകയാണ്. എന്താ പോക്സോ കേസ്? എന്നൊരു തമാശയാണ്. ഒരു അധ്യാപകനോടുള്ള വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി ആ അധ്യാപകനെ പോക്സോ കേസിൽ പെടുത്തി. ഈ പോക്സോ കേസിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ആ കേസ് പിൻവലിക്കാൻ കഴിയില്ല. അത് പിൻവലിച്ചാൽ ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ വേറെ നടപടി വരും. അപ്പോൾ ഒരു ഉസ്താദിനോടുള്ള അല്ലെങ്കിൽ ഒരു അധ്യാപകനോടുള്ള പക വീട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ പോക്സോ കേസിൽ ഉസ്താദിനെ പെടുത്തുന്നത്. അങ്ങനെ പതിറ്റാണ്ടുകളോളം ആ അധ്യാപകൻ, നിരപരാധിയായ മനുഷ്യൻ ജയിലിൽ കിടക്കേണ്ടി വരുന്നു, ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. അവിടെ അധ്യാപകർക്ക് വടിയെടുക്കാനുള്ള അനുവാദമില്ല. ചൂരൽ പ്രയോഗങ്ങൾ ഒരു കാലത്ത് അധ്യാപകർക്ക് അനുവാദമുണ്ടായിരുന്നു. നമ്മളൊക്കെ ആ രീതിയിൽ പഠിച്ചു വന്ന ആളുകളാണ്. അതുകൊണ്ട് എന്തു പറ്റി? ഇന്ന് മക്കൾ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പുറകെയാണ്. ആണും പെണ്ണും ഒക്കെ ഒരുപോലെ. ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിച്ചിരുന്ന കാലം മാറി ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നു. 2 മുസ്ലിം പെൺകുട്ടികൾ കേരള ഹൈക്കോടതിയിൽ ചെന്നില്ലേ? ഞങ്ങൾക്ക് വിവാഹിതരാകണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന 2 പെൺകുട്ടികൾ പർദ്ദ ധരിച്ചുകൊണ്ടാണ് ചെന്നത്.
സൗദി അറേബ്യയിൽ പഠിച്ച പെൺകുട്ടികളാണ്. അവർ ചോദിച്ചത് എന്താണ് ഹോമോസെക്സ്വാലിറ്റിയിൽ എന്താ തെറ്റിയിരിക്കുന്നത്? അപ്പൊ ഇത് പർദ്ദ ധരിച്ചുകൊണ്ട് ഈ പെൺകുട്ടികൾ അത് ചോദിക്കുന്നെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് സ്കില്ലുകൾ കൈമാറാൻ അധ്യാപകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സ്കൂളിന്റെ പരിസരങ്ങൾ, നമ്മുടെ കലാലയങ്ങളുടെ പരിസരങ്ങൾ ഈ രീതിയിൽ മലീമസമാക്കപ്പെടുമ്പോൾ, ഏഷ്യയിൽ ആദ്യമായി 1980 കാലഘട്ടത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കിയ സ്ഥലം, അവിടെ ഇന്ന് സെക്സ് ടൂറിസത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്ന ആ സ്ഥലം. അങ്ങോട്ടാണ് ആളുകള് സെക്സിന്റെ ദാഹം തീർക്കാൻ വേണ്ടി മനുഷ്യൻ പോകുന്നത്, തായ്ലാന്റിലേക്ക്. 1980 യുനെസ്കോ തായ്ലാന്റിൽ നടപ്പിലാക്കിയ അതേ സെക്സ് എഡ്യൂക്കേഷനാണ് കേരളത്തിൽ ഇപ്പോഴും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തായ്ലാന്റ് ഏഷ്യയിലെ സെക്സ് ടൂറിസത്തിന്റെ കേന്ദ്രമായി മാറിയെങ്കിൽ ആ വിദ്യാഭ്യാസം കേരളത്തിലും നടപ്പിലാക്കുന്നതിലൂടെ കേരളവും അതുപോലെ മലീമസമാക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ മക്കൾക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത്. നമ്മുടെ മക്കൾ പെണ്ണായി ജനിച്ചെങ്കിൽ പെണ്ണായി ജീവിക്കണം, പെണ്ണായി മരിക്കണം. അവൾക്കിടക്ക് ആണാകണമെന്ന് തോന്നരുത്. ആണായി ജീവിച്ചവൻ ആണായി ജീവിക്കണം, ആണായി മരിക്കണം. അവന് പെണ്ണാകണമെന്ന് തോന്നരുത്. ലിബറൽ ചിന്താഗതികൾ നമ്മുടെ മക്കളിലേക്ക് വരരുത്. നിരീശ്വരവാദവും യുക്തിവാദവും നമ്മുടെ മക്കളിൽ ഉണ്ടാകരുത്. ഇതുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് മതം പഠിക്കണം. മതം പഠിക്കേണ്ടിടത്തുനിന്ന് പഠിക്കണം. രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മതവിദ്യാഭ്യാസ രംഗത്തിന്റെ വിജയം എന്ന് പറയുന്നത് പ്രധാനമായും രക്ഷകർത്താക്കളുടെ കരങ്ങളിലാണ്. പ്രധാനമായും അതിൽ പങ്കുവഹിക്കേണ്ടത് രക്ഷകർത്താക്കളാണ്. 1.5 മണിക്കൂർ സമയം മദ്രസയിൽ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയെ അവന് ആധ്യാത്മിക രംഗത്തെ ബീജങ്ങൾ ആ കുട്ടിക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെന്നല്ലാതെ, അതിന്റെ ബാലപാഠങ്ങൾ കുട്ടിയെ അഭ്യസിപ്പിക്കാൻ അധ്യാപകന് കഴിയുമെന്നല്ലാതെ ആ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായൊരു മാറ്റമൊന്നും വരുത്താൻ കഴിയില്ല. 23 മണിക്കൂറും ആ കുട്ടി നിങ്ങളുടെ കയ്യിലാണ്. ആ കുട്ടിയെ മതപരമായി വളർത്തിക്കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കേണ്ടത് രക്ഷകർത്താക്കൾ തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിലില്ലാത്ത ഒന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മളിലുള്ളതേ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളിൽ ധാർമ്മികമായ മൂല്യങ്ങൾ ഉണ്ടെങ്കിലേ ആ ധാർമ്മികമായ മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു അധ്യയന വർഷത്തിന്റെ ആദ്യത്തിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കൾ കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ, ലഹരിയുടെ ലോകത്ത് ജീവിക്കുന്ന മക്കൾ, അനാശാസ്യത്തിന്റെയും അശ്ലീലതയും പുറകെ പോകുന്ന മക്കൾ, അവർ നമുക്ക് കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. കേവലം ഒരു മദ്രസാ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മക്കൾ നന്നാവുമെന്ന് വിചാരിക്കണ്ട. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അലിമിയാൻ എന്ന് പറയുന്ന ലോകം കണ്ട മഹാൻ, ഇന്ത്യയുടെ സംഭാവന ലോകത്തിന്. 7-ാം വയസ്സിൽ അദ്ദേഹത്തെ ഖുർആൻ പഠിപ്പിച്ചത് ഉമ്മയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് മകനെ പറഞ്ഞയക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന പേരിൽ അലീമിയാൻ എഴുതിയൊരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിനകത്ത് അദ്ദേഹത്തിന്റെ മദ്രസ കാല അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഒരു ദിവസം മദ്രസയിൽ നിന്ന് അലീമിയാൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഉമ്മ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? അപ്പൊ കുട്ടി പറഞ്ഞു, എന്നെ ഉസ്താദ് തല്ലി. ഉസ്താദ് തല്ലി എന്നാണ് കുട്ടി പറയുന്നത്. എന്തിനു തല്ലി? എന്തിനാണ് നിന്നെ ഉസ്താദ് അടിച്ചത്? വെറുതെ അടിച്ചു. ഉമ്മ വീട്ടിൽ നിന്ന് ഒരു വടിയൊടിച്ചുകൊണ്ട് മദ്രസയിലേക്ക് മകനുമായി പോകുന്നുണ്ട്. എന്നിട്ട് ഉസ്താദിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും എന്റെ ഗുരുനാഥൻ, എന്റെ മകന്റെ ഗുരുനാഥൻ വെറുതെ അടിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങയെക്കുറിച്ച് പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലിമിയാന്റെ ഉമ്മ ഉസ്താദിന്റെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിഷയത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. കേവലം ഒരു മദ്രസയിലേക്ക് പറഞ്ഞയച്ചതുകൊണ്ട് മാത്രം നമ്മുടെ മക്കൾക്കെല്ലാം ആയി എന്ന് വിചാരിക്കരുത്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, ഉമർ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പുത്രനാണ്. 4 അബ്ദുള്ളമാരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള 4 അബ്ദുള്ളമാർ. അതിലൊരു അബ്ദുള്ളയാണ് അബ്ദുല്ലാഹിബിൻ ഉമർ. 4 മദ്ഹബിന്റെയും കർമ്മശാസ്ത്ര നിയമങ്ങൾ എത്തിച്ചേരുന്നത് ഈ 4 അബ്ദുള്ളമാരിലേക്കാണ്. ഉമർ റളിയല്ലാഹു തന്റെ പ്രിയപ്പെട്ട മകനെ കേവലം മദ്രസയിൽ വിടുക മാത്രമായിരുന്നില്ല, തന്റെ മകന്റെ ജീവിതത്തിൽ ചേർന്നു നിന്നു, തന്റെ മകന്റെ കൂടെ നിന്നു. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുതിരയ്ക്ക് മുന്നിൽ ഒരിക്കൽ ഇബ്നു ഉമറിന്റെ കുതിര ഓടുന്നുണ്ട്. പ്രവാചകന്റെ കുതിരയ്ക്ക് മുന്നിൽ ആരും കുതിര ഓടിക്കാറില്ല സഹാബാക്കൾ. അതൊരു അദബാണ്. അവരുടെ കുതിരയ്ക്ക് സ്പീഡില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ പ്രവാചകന്റെ കുതിരയുടെ മുന്നിൽ കുതിര ഓടിക്കാൻ പാടില്ല. അതൊരു അലിഖിതമായൊരു നിയമമായിരുന്നു. ഒരിക്കൽ ഇബ്നു ഉമറിന്റെ കുതിര പ്രവാചകന്റെ കുതിരയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഓടുന്ന കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മകന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. മകനെ, ഇതെന്താണ് ഈ കാണിക്കുന്നത്? എന്തൊരു അദബകേടാണിത്! പ്രവാചകന്റെ കുതിരയ്ക്ക് മുന്നിൽ നിന്റെ കുതിര ഓടിക്കുകയോ? അപ്പോൾ ഇബ്നു ഉമർ പറയുന്നുണ്ട്, വാപ്പ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല.
എന്റെ ഒരു പുതിയ കുതിരയാണ്, അതിന് പരിശീലനം കിട്ടിയിട്ടില്ല, ഞാനതിനെ പരിശീലിപ്പിക്കുന്നതിനിടയ്ക്ക് പ്രവാചകന്റെ കുതിരയ്ക്ക് മുന്നിലേക്ക് അത് ഓടിക്കയറിയതാണ്, അതുകൊണ്ട് ക്ഷമിക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മക്കളെ അദബ് പഠിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം മാതാപിതാക്കൾ ഏറ്റെടുക്കുമ്പോഴാണ് മക്കൾ നല്ലവരായിട്ട് മാറുക. നമ്മുടെ മക്കൾ വീട്ടിൽ വരുമ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലുന്നുണ്ടോ, അവർ അൽഹംദുലില്ലാ പറയുന്നുണ്ടോ, ടോയ്ലറ്റ് കയറുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഉറങ്ങാൻ സമയത്ത് ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ മക്കൾ വഴിതെറ്റി പോകുന്നതിൽ ആരെയാണ് കുറ്റപ്പെടുത്താനുള്ളത്? അതുകൊണ്ട് രക്ഷകർത്താക്കൾക്ക് വലിയ ശ്രദ്ധ വേണം. അതേപോലെ സിലബസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സിലബസുകൾ തമ്മിൽ വലിയ മത്സരം നടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്ത് സിലബസുകൾ തമ്മിലുള്ള മത്സരങ്ങളാണ്. ചില മദ്രസകളിലേക്ക് അങ്ങോട്ട് കുട്ടികൾ പോകുന്നു, ചിലർ ഇങ്ങോട്ട് വരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സിലബസുകളെല്ലാം നല്ലത് തന്നെയാണ്. സിലബസുകൾ കുറെ കൂടി പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. കുട്ടികളുടെ ജീവിത പരിസരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിലെ സിലബസിൽ ഉൾപ്പെടുത്തപ്പെടണം. അവരുടെ ജീവിത പരിസരങ്ങൾ, അവരുടെ അന്നന്നത്തെ വിഷയങ്ങൾ നമ്മുടെ സിലബസുകളിൽ ഉൾപ്പെടണം. പ്രത്യേകിച്ച് ട്രാഫിക് നിയമങ്ങൾ മദ്രസ സിലബസിൽ വരണം. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം 3-4 കുട്ടികൾ ഒരു ബൈക്കിൽ സഞ്ചരിച്ച് ഹെൽമറ്റ് വയ്ക്കാതെ നിയമലംഘനം നടത്തുന്ന, ക്യാമറയ്ക്ക് മുന്നിൽ ചെല്ലുമ്പോൾ നമ്പർ പ്ലേറ്റ് മറച്ചു പിടിക്കുന്ന, ആ നിലയ്ക്ക് ഒരു ദുഷ്പേര് സമ്പാദിച്ചൊരു നാടുകൂടിയാണ് നമ്മുടേത്. നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഇത് തെറ്റാണ്. ഇത് നിങ്ങൾ ഫൈൻ അടച്ച് രക്ഷപ്പെടേണ്ട ഒരു കാര്യമല്ല, ഇത് കുറ്റകൃത്യമാണ്. ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് നിങ്ങളോട് നാളെ പടച്ചതമ്പുരാൻ ചോദിക്കുമെന്നുള്ള ബോധ്യം നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടണം. അതുപോലെ പരിസ്ഥിതി ശുദ്ധീകരണം, ഈ മലിനമാക്കപ്പെടുന്ന ആറുകളെ കുറിച്ച്, ഇതിലേക്ക് ഈ വേസ്റ്റുകൾ വലിച്ചെറിയുന്നത് മതപരമായി തെറ്റാണെന്ന് മദ്രസകൾ പഠിപ്പിക്കപ്പെടണം. ഇത് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് കുട്ടികളെ പഠിപ്പിക്കണം. ആരോഗ്യരംഗത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ആരോഗ്യം മനുഷ്യൻ അള്ളാഹു നൽകിയ അമാനത്തല്ലേ, ഇത് നമ്മളെ മദ്രസകളെ പഠിപ്പിക്കണം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കരുത്, ദൂർത്തു പാടില്ല. സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെടണം. ജനാധിപത്യ ബോധം കുട്ടികളിൽ ഉണ്ടാക്കി തീർക്കണം. മതമൈത്രിയെക്കുറിച്ച്, ഇതര മതങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച്, ഐക്യത്തെക്കുറിച്ച്, ഇതെല്ലാം ഇന്നത്തെ സിലബസുകളിൽ ഉൾപ്പെടുത്തപ്പെടണം. ഈ രീതിയിൽ സിലബസുകൾ പരിഷ്കരിച്ചുകൊണ്ട് കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ നമ്മുടെ മദ്രസകളുടെ സിലബസുകൾക്കാകുമ്പോൾ കൂടിയാണ് തീർച്ചയായിട്ടും ആ കുട്ടികളിൽ ഈ രീതിയിലുള്ള മതബോധം ഉണ്ടായിത്തീരുക. അതുകൊണ്ട് മദ്രസകൾ തുറന്നൊരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓരോ രക്ഷകർത്താക്കൾക്കും ഇതിനകത്ത് വലിയ ഉത്തരവാദിത്തമുണ്ട്, അധ്യാപകർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ഈ സേവനം നടത്തിക്കൊണ്ടുപോകുന്നത്. നിസ്സാരമായ ഒരു വേതനത്തിന് വേണ്ടി ഒരുപാട് പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു കുട്ടിയെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും അതിന് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഉസ്താദുമാർ. അവിടെ ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്ന കാര്യത്തെ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എന്നാൽ പോലും പൊതുവെയുള്ള അവസ്ഥ ഇതാണ്. മാനേജ്മെന്റ് ഈ കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ടാകണം. മദ്രസ മാനേജ്മെന്റ് മദ്രസ അധ്യാപകർക്ക് ന്യായമായ കാലോചിതമായ വേതനം കൊടുക്കാൻ തയ്യാറാകണം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ സുഭിക്ഷമായി ജീവിക്കുമ്പോൾ ഇവരും മനുഷ്യരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ മീൻ വാങ്ങാൻ കൊടുക്കുന്ന വില ഇവരും കൊടുക്കേണ്ടതുണ്ട്. ഇവർ ഇറച്ചി വാങ്ങാൻ ചെന്നാൽ നിങ്ങളുടെ വില തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇവർക്കാരും വില കുറച്ചു കൊടുക്കാറില്ല. ആശുപത്രിയിൽ ചെന്നാൽ നിങ്ങൾ കൊടുക്കുന്ന ബില്ല് ഇവരും കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കോടികൾ പള്ളികൾക്ക് ആസ്തി ഉണ്ടാകുമ്പോഴും അത് കൊടുക്കാൻ വേണ്ടി ബുഖ്ല് കാണിക്കുന്ന, പിശുക്ക് കാണിക്കുന്ന മാനേജ്മെന്റുകൾ ശ്രദ്ധിക്കണം. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടും. ഈ മതരംഗത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ അതിന് നിങ്ങൾ കാരണക്കാരാണെങ്കിൽ, ഈ കുട്ടികൾ ദുഷിച്ചു പോകുന്നതിൽ, വഴിതെറ്റി പോകുന്നതിൽ മാനേജ്മെന്റിന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് നിങ്ങളും പറച്ചവനോട് മറുപടി പറയേണ്ടി വരും. ഇത് മാനേജ്മെന്റും തിരിച്ചറിയണം. കാലോചിതമായ സൗകര്യങ്ങൾ മദ്രസകൾ ഏർപ്പെടുത്തപ്പെടണം. നമ്മുടെ വീടുകളിലേക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ മദ്രസകൾ ഉണ്ടാകണം. പഴയ കാലം പോലെയല്ല, ഒരു ഒടിഞ്ഞ ബെഞ്ചും ഒരു ഒടിഞ്ഞ ഡെസ്കും കറങ്ങാത്തൊരു ഫാനും കൊണ്ടൊന്നും മദ്രസ സംവിധാനം ഓടൂല. അവിടെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ കാലമാണിന്ന്. വീടുകളിൽ AC ഇല്ലാത്ത വീട് ഏതാണുള്ളത്? ഈ വീടുകളിൽ നിന്നും മദ്രസകളിലേക്ക് വരുന്ന കുട്ടികൾ, അവർക്ക് വീട്ടിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ മദ്രസകളിലും ഏർപ്പെടുത്തപ്പെടണം. സാമ്പത്തികമായ സഹായിക്കാൻ ആളുകൾ തയ്യാറാണ്. എത്രയോ ആളുകൾ മദ്രസ സംവിധാനം മെച്ചപ്പെടാൻ വേണ്ടി എത്രയോ ആളുകൾ സഹായിക്കാൻ തയ്യാറാണ്. അത്തരത്തിലുള്ള സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസയുടെ പശ്ചാത്തല സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താനും കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ആ രംഗത്ത് മാനേജ്മെന്റിനുണ്ടാകുന്ന വീഴ്ച നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഈ ഒരു അധ്യയന വർഷത്തിന് തുടക്കം എല്ലാ മദ്രസ, പുത്തമ്പള്ളി
ജമാഅത്തിന്റെ കീഴിലുള്ള വിവിധ ബ്രാഞ്ചുകൾ അൽഹംദുലില്ലാ ഏകദേശം നല്ല നിലക്ക് നമ്മുടെ മദ്രസകളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അധ്യാപകർ, നല്ല മാനേജ്മെന്റ്, നല്ല രക്ഷിതാക്കൾ, നല്ല രക്ഷകർത്താക്കൾ. ഇനിയും നിങ്ങളുടെ തുടർന്നുള്ള സഹകരണം തീർച്ചയായിട്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സംവിധാനത്തെ നമുക്ക് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.